ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പണിപ്പുരയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി കാണാം. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചിക്കൻ്റെ തൊടയോട് കൂടിയ 2 ലെഗ് പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞു വെക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നല്ല കട്ട തൈര് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതൊരു 2-3 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചിക്കനിലേക്ക് മസാല എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ലിന് മേതെ ആദ്യം കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇനി ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കനലിനു മേതെ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും വെച്ച് വേണം ഗ്രില്ല് ചെയ്തെടുക്കാൻ. ചിക്കൻ്റെ മേതെ ആവശ്യമാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ഓയിൽ തൂത്ത് കൊടുക്കാം. ഇപ്പൊ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായി കുക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കനലിന് മേളിൽ നിന്ന് മാറ്റാം. ഇനി ഗ്രിൽഡ് ചിക്കൻ കോംബോ ആയിട്ടുള്ള ഒരു ചെറിയ സലാഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ചെറുതായി അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ചേർക്കാം. ഉള്ളിലെ വിത്തെല്ലാം കളഞ്ഞ് ചെറുതായി അരിഞ്ഞ തക്കാളി, ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് വേറെ വെജിറ്റബിൾസും ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി സലാഡ് റെഡിയായി. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കനും സാലഡുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിൻ്റെ കൂടെ 2 ചപ്പാത്തിയും കുറച്ച് മയോണൈസും ഉണ്ടെങ്കിൽ സൂപ്പർ അല്ലേ. സിമ്പിൾ മസാലയാണ് ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ സെർച്ച് ചെയ്താൽ മയോണൈസിൻ്റെ റെസിപ്പി കിട്ടും കേട്ടോ. ആവശ്യമുള്ളവർക്ക് അത് നോക്കി മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇന്നത്തെ ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്